ഈശ കാലിയാവാതെ ഒരു 5G സെറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു അഫോർഡബിൾ 5G ഹാൻഡ്സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. റെഡ്മിയുടെ ആണ്. റെഡ്മി A4 5G എന്നാണ് അതിൻ്റെ പേര്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേനെ പറ്റി നോക്കാം. 6.88 ഇഞ്ചുള്ള ഒരു HD+ ഡിസ്പ്ലേ ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റ് ഇതിനുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് വളരെ സ്മൂത്ത് ആയിരിക്കും. അതായത് ടച്ച് എല്ലാം നല്ല സ്മൂത്ത് ആയിരിക്കും. ഇത് ഗെയിമിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 4nm പ്രൊസസറിന് മേളിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിപ്സെറ്റിന്റെ പ്രത്യേകത ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ അഫോർഡബിൾ 5G എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് 5G അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 4S Gen 2. അധികം ഹാൻഡ്സെറ്റുകളിലൊന്നും അധികം കണ്ടിട്ടില്ല ഈ ഒരു പ്രോസസ്സർ. സ്പെഷ്യലി 5G അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചിപ്സെറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഈ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കൊരു കാഷ്വൽ ഗെയിമിംഗ് ഇത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എവരിഡേ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് റിലയബിൾ ആയിരിക്കുള്ളൂ. ഇതിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50 MB റിയർ ക്യാമറ ഇതിനുണ്ട്. അതേമാതിരി തന്നെ ഒരു 5 MB ഫ്രണ്ട് ക്യാമറയുണ്ട്. ഈ 5 MB ഫ്രണ്ട് ക്യാമറ വളരെ ബേസിക് ക്യാമറയാണ്. ഇത് സെൽഫി എടുക്കാനും വീഡിയോ കോളിനൊക്കെ ഓക്കെയാണത്. ഇനി കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ IP52 റേറ്റഡ് ഡസ്റ്റ് ആൻഡ് ഫ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ട്. അതേമാതിരി തന്നെ ഇതിനൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിന്റെ സ്റ്റോറേജ് നമുക്ക് 1 TB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയാൻ മറന്നു. ഇതിന്റെ ബാറ്ററി ഒരു 5160 mAh ബാറ്ററി ഇതിനുണ്ട്. ഒരു 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5160 mAh എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-1.5 ദിവസമൊക്കെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 3 കാര്യങ്ങൾ ഞാൻ പറയാം. പോസിറ്റീവായിട്ട് തോന്നിയ 3 കാര്യങ്ങൾ. അഫോർഡബിൾ 5G നമുക്കൊരു 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺ ലഭിക്കുന്നുണ്ട്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, ലോങ് ബാറ്ററി ലൈഫ് ഉണ്ട്. അതേപോലെ തന്നെ 120 Hz ഡിസ്പ്ലേ ഉണ്ട്. 120 Hz ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ ടച്ച് ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് ഗെയിമിങ്ങിനും അത്യാവശ്യം നല്ലതാണ് ഈ ഒരു 120 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്ന 2 കാര്യങ്ങളാണ്. ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ക്യാമറ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ HD+ മാത്രമേ ഇവർ തരുന്നുള്ളൂ. പക്ഷേ 10,000 രൂപയ്ക്ക് താഴെയുള്ള പല ഫോണുകളിലും FHD+ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ 10,000 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്കൊരു 5G കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഉണ്ട്, സോളിഡ് പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സെറ്റിനെ പറ്റി? അപ്പൊ ഇത്രയൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10,000 രൂപയ്ക്ക് ഈ ഫോൺ വറുത്താണോ അല്ലെങ്കിൽ ഈ ഫോണിന് ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എയർടെൽ 5G സിം ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? എയർടെൽ 5G സിം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 5G കണക്ഷൻ കിട്ടില്ല. നിങ്ങൾക്ക് 4G കണക്ഷനേ കിട്ടുള്ളൂ. കാരണം ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് എലോൺ 5G ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എയർടെൽ 5Gയിലെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റാൻഡ് എലോൺ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നോൺ സ്റ്റാൻഡ് എലോൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു 4G ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 5G സ്പീഡ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് NSA അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡ് എലോൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡ് എലോൺ ടെക്നോളജി അതൊരു എൻറ്റയർലി ന്യൂ നെറ്റ്വർക്ക് സെറ്റപ്പാണ്. അത് 5Gക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻറ്റയർലി ന്യൂ ഒരു നെറ്റ്വർക്ക് സെറ്റപ്പാണ് SA എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ജിയോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഈ ഫോണിൽ ലഭിക്കും. ജിയോ SA 5G ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡ് എലോൺ 5G ആണ് ജിയോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതേപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ.